ഹലോ, അസ്സലാമു അലൈക്കും. വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരി വെക്കാൻ പോകുന്നത് സോയയും അതുപോലെ കോവയ്ക്കയും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടാട്ടോ. എല്ലാം കൂടി ഒരു ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കി. അപ്പം നമ്മൾ സോയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അതിലേക്ക് തന്നെ എല്ലാം ചേർക്കാം. ഓയാണ്ട് ലേശം എണ്ണ അധികം വേണം, അപ്പോൾ ഇതായി കിട്ടില്ല. എണ്ണ ആകുമ്പോൾ നമ്മൾ വേറെ കടുക് താളിച്ച് ഇടാൻ പറ്റില്ല, അപ്പം അതിൽ തന്നെ ഇട്ടാം. ഇത് പൊട്ടി ഇനി നമ്മളിത് ഇട്ട് കൊടുക്കട്ടെ. ഉള്ളി നല്ല കട ഈ ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനൊക്കെ ഈ കറി തന്നെ നമുക്ക് ചോറിനും കൂട്ടാം. നല്ലൊരു വരട്ടിയ പോലെ കേട്ടോ. എന്നാൽ തോരനുമല്ല ഇതല്ലാത്ത നല്ലൊരു ടേസ്റ്റ്. ഞാൻ നല്ല ഹോട്ടലിൽ നിന്ന് ചോറിനൊപ്പം കൂട്ടിയത്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. എണ്ണ കിടന്നിട്ട് നന്നായി കാട്ടണം. അതിന് ശേഷം കോവക്ക ഇട്ട് കൊടുക്കണം. മസാലയൊക്കെ പുരട്ടി വെക്കട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയാണ് ഇതിന് പുരട്ടുന്നത്. അപ്പോൾ അതൊക്കെ പുരട്ടിയിട്ട് ഞാൻ കുറച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതാക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്നറിയാം. നമ്മളെ കോവക്കയും കൂടെ ഇട്ട് വെക്കുക. മല്ലിയിലയും കോവക്കയും കൂടെ ഇട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. അല്ല, കരിവേപ്പിൻ്റെ ഇല, സോറി, എത്തിപ്പോയതാട്ടോ. ഇതും കൂടെ കിടന്ന് ഇനി നമുക്കിതിൽ അരച്ചൊഴിക്കണം. ഉപ്പ് കപ്പട്ട് കൊടുത്താൽ മതി. കുറച്ച് ഒന്ന് വേകുമ്പോൾ ഇവിടെ കിടന്ന് വഴട്ടോ. പിന്നെ നമ്മളിത് തുറന്നൊക്കെ നോക്കുക കേട്ടോ. അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്ത് ഗരം മസാല ഒരു നുള്ളിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നോക്കി നോക്കട്ടെ, അതിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിടണം. എന്ത് സാധനം മുട്ടേൻ്റെ കൂട്ട ഇത് നല്ല തിളച്ച് ഇതാണ് ഇതിൻ്റെ പരുവം. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കൂട്ടാം. നമ്മളെ കറി റെഡിയായി. ഞാൻ ഇത് ഓഫാക്കുക കേട്ടോ. തീ ഓഫാക്കി മൂടി കരണ്ട് പോയപ്പോഴേക്കും. അപ്പോൾ നമ്മളെ സോയാബീൻ കറിയും ഇതും കോവക്കയും കൂടെ വരട്ടിയതാട്ടോ. അപ്പോൾ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുതേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.